നമസ്കാരം. കല്യാണിക്ക് ഒന്നും പറ്റരുതേ എന്നായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന. പക്ഷേ അവസാനം ഞെട്ടിപ്പോയി. ആലുവയിൽ കാണാതായ 3 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് മുങ്ങൽ വിദഗ്ധർ കല്യാണിയുടെ മൃതദേഹം ചാലക്കുടി പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. അംഗനവാടിയിൽ നിന്ന് അമ്മ വിളിച്ചുകൊണ്ടുവരുന്നതിനിടെയാണ് കാണാതായ കല്യാണിയുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കുട്ടിയുടെ മൃതദേഹം ആംബുലൻസിൽ സംഭവസ്ഥലത്ത് നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. തിരുവാങ്കുളത്ത് കാണാതായ 3 വയസ്സുകാരിക്കായി കനത്ത മഴയെയും ഇരുട്ടും അവഗണിച്ച് തെരച്ചിൽ കഴിഞ്ഞ ദിവസം തുടർന്നിരുന്നു. കല്യാണി എന്ന 3 വയസ്സുകാരിയെയാണ് അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്തതിനിടെ കാണാതായത്. കുട്ടിയെ ഉപേക്ഷിച്ചതാണെന്നതടക്കമുള്ള പരസ്പര വിരുദ്ധമായ മൊഴികളാണ് അമ്മ തുടക്കത്തിൽ നൽകിയിരുന്നത്. അമ്മയ്ക്ക് മാനസിക വെല്ലുവിളികൾ ഉണ്ട് എന്ന സൂചനയാണ് ബന്ധുക്കളും നൽകുന്നത്. മുഴിക്കുളം പാലത്തിന് മധ്യഭാഗത്ത് വെച്ച കുഞ്ഞിനെ ഉപേക്ഷിച്ചുവെന്നാണ് അമ്മ പോലീസിനോട് വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികരിച്ചത്. ഇവർക്ക് കല്യാണിയെ കൂടാതെ ഒരു മകൻ കൂടിയുണ്ട്. കുടുംബത്തിൽ പ്രശ്നമുണ്ടായിരുന്നതായി കല്യാണിയുടെ അമ്മ സന്ധ്യയുടെ ബന്ധുക്കൾ വിശദമാക്കിയിട്ടുണ്ട്. എന്നാൽ കുഞ്ഞിനെതിരായ ക്രൂരത ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നാണ് ബന്ധുക്കളുടെ പ്രതികരണം. മരത്തടിയിൽ തട്ടി നിൽക്കുന്ന നിലയിലായിരുന്നു കല്യാണിയുടെ മൃതദേഹം ഉണ്ടായിരുന്നത് എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് കല്യാണിയുടെ അമ്മയുള്ളത്. കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിൽ അകൽച്ചയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട്. അമ്മ വ്യക്തമായി സംസാരിക്കാത്ത സാഹചര്യത്തിലാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത്. കുടുംബപരമായി പ്രശ്നങ്ങൾ നിലവിലുള്ളതിനാൽ കുട്ടിയെ അച്ഛന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഇവിടെ നിന്നാണ് അമ്മ കുട്ടിയെ കൊണ്ടുപോയത്. സാധാരണഗതിയിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ തെരച്ചിലിന് ഇറങ്ങുന്നവരുടെ സുരക്ഷ പരിഗണിച്ച് രാത്രി വൈകിയുള്ള തെരച്ചിൽ നടത്താറില്ലെങ്കിലും കാണാതായത് പിഞ്ചുകുഞ്ഞായതിനാൽ തന്നെ പോലീസും നാട്ടുകാരും കനത്ത മഴയും ഇരുട്ടും അവഗണിച്ച് തെരച്ചിൽ തുടർന്നിരുന്നു. ഇന്നലെ വൈകുന്നേരം മുതലാണ് എറണാകുളം തിരുവാങ്കുളത്ത് 3 വയസ്സുകാരിയെ കാണാതായത്. തിരുവാങ്കുളത്ത് നിന്നും ആലുവ ഭാഗത്തേക്ക് അമ്മയുടെ ഒപ്പം യാത്ര ചെയ്ത മറ്റക്കുഴി സ്വദേശിയായ കുട്ടിയെയാണ് കാണാതായിരുന്നത്. കല്യാണി എന്നാണ് കുട്ടിയുടെ പേര്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് കുട്ടിയെ കാണാതായത്. കുട്ടി അങ്കണവാടിയിൽ പോയിരുന്നു. അതിനുശേഷമാണ് അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്തത്. യാത്രയ്ക്കിടെ ബസ്സിൽ നിന്നാണ് കുട്ടിയെ കാണാതായതെന്നാണ് വിവരം. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. CCTV ഉൾപ്പെടെയുള്ള പോലീസ് പരിശോധനയും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. റെയിൽവേ സ്റ്റേഷനുകളിലും പ്രത്യേക അന്വേഷണം നടത്തിയിരുന്നു. ആലുവയിൽ കാണാതായ 3 വയസ്സുകാരിക്കായി നടത്തിയത് അസാധാരണ രീതിയിലുള്ള തെരച്ചിൽ തന്നെയാണ്. മരത്തടിയിൽ തട്ടി നിൽക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയതോടുകൂടി കണ്ണീരിൽ മുങ്ങിയിരിക്കുകയാണ് ആലുവ. ഇന്നലെ വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് തിരുവാങ്കുളത്ത് നിന്ന് അമ്മയ്ക്കൊപ്പം പോയ 3 വയസ്സുകാരിയെ കാണാതായത്. എന്തായാലും വീട്ടുകാരുടെ ചോദ്യം ചെയ്യലിന് ബസ്സിൽ വെച്ച മകളെ നഷ്ടമായെന്നും പിന്നീട് മകളെ എവിടെ വെച്ച് കാണാതായി എന്നുമുള്ള പ്രതികരണങ്ങൾ കല്യാണിയുടെ അമ്മ സന്ധ്യ നടത്തിയിരുന്നു. പിന്നാലെ ചെങ്ങമനാട് പോലീസ് സന്ധ്യയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതിനാണ് മുഴിക്കുളം ഭാഗത്തെ പാലത്തിന് സമീപത്തായി കുഞ്ഞിനെ ഉപേക്ഷിച്ചതായി വിശദമായ വിവരം ലഭിച്ചത്. അതേസമയം അമ്മ തന്നെയാണ് കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞു കൊന്നത് എന്നടക്കമുള്ള വിശദീകരണവും വരുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയിൽ സാധാരണഗതിയിലുള്ള പ്രോട്ടോകോളുകൾ മറികടന്നായിരുന്നു കല്യാണിക്കായി നടത്തിയ തെരച്ചിൽ. സംഭവസ്ഥലത്ത് സന്ധ്യയെ എത്തിച്ച ഇവർ ചൂണ്ടിക്കാണിച്ച ഭാഗത്തായി തെരച്ചിൽ നടത്തിയിരുന്നു. 8.5 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ മുഴക്കുളം പാലത്തിനടിയിലെ പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പുഴയുടെ നടുവിലെ തൂണിനടുത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ആലുവയിലെ സ്കൂബ ടീമാണ് അറിയിച്ചത്. വെള്ളത്തിൽ തടികൾക്കിടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു കല്യാണിയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. സന്ധ്യ കല്യാണിയെ കൂടാതെ വീട്ടിലെത്തിയപ്പോൾ മാത്രമാണ് കുഞ്ഞിനെ കാണാതായ വിവരം വന്നത്. തെരച്ചിൽ പുരോഗമിക്കുന്ന സമയത്ത് കല്യാണിയുടെ പിതാവും മുഴക്കുളത്ത് എത്തിയിരുന്നു. ഭർത്താവും ഭാര്യയും സംസാരിക്കുമ്പോൾ തന്നെ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉള്ളതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെന്നാണ് സന്ധ്യയുടെ ബന്ധു വിശദമാക്കുന്നത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് സന്ധ്യ സ്വന്തം വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് കല്യാണിയുടെ അമ്മയുള്ളത്. കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിൽ അകൽച്ചയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. അമ്മ വ്യക്തമായി സംസാരിക്കാത്ത സാഹചര്യത്തിലാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത്. കുടുംബപരമായി പ്രശ്നങ്ങൾ നിലവിലുള്ളതിനാൽ തന്നെ കുട്ടിയെ അച്ഛന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഇവിടെ നിന്നാണ് അമ്മ കുട്ടിയെ കൊണ്ടുപോയത്. അങ്കണവാടിയിൽ നിന്ന് അമ്മയോടൊപ്പം വീട്ടിലേക്ക് പോയ 3.5 വയസ്സുകാരിയാണ് പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മറ്റക്കുഴി കിഴിപ്പിള്ളയിൽ സുഭാഷിന്റെ മകൾ കല്യാണിയുടെ മൃതദേഹമാണ് ഇന്ന് പുലർച്ചെ 2:30 സ്കൂബ ടീം ചാലക്കുടി പുഴയിൽ നിന്നും കണ്ടെത്തിയത്. 8.5 മണിക്കൂർ നീണ്ടുനിന്ന തെരച്ചിലിനൊടുവിലാണ് പുലർച്ചെ 2:20 മുഴക്കുളം പാലത്തിനടിയിൽ 3ാമത്തെ തൂണിന് സമീപം നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും സന്ധ്യയോടൊപ്പം കുട്ടി ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടി മറ്റക്കുഴിയിൽ നിന്ന് ആലുവയിലേക്ക് ആലുവ കുറുമശ്ശേരിയിലെ സന്ധ്യയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. മറ്റക്കുഴിയിൽ നിന്ന് തിരുവാങ്കുളം വരെ സന്ധ്യയും കുഞ്ഞും ഓട്ടോറിക്ഷയിലാണ് പോയത്. അവിടെ നിന്ന് ബസ്സിലാണ് ആലുവയിലേക്ക് പോയത്. ആലുവ വരെ ബസ്സിൽ കുട്ടിയൊപ്പം ഉണ്ടായിരുന്നുവെന്നും പിന്നീട് കണ്ടില്ല എന്നുമാണ് അമ്മ ആദ്യം
പറഞ്ഞത്. പിന്നീടാണ് മുഴിക്കുളം പാലത്തിനടുത്ത് വെച്ച് കുട്ടിയെ കാണാതായി എന്നും സന്ധ്യ പറയുന്നത്. തുടർന്നാണ് പോലീസും സ്കൂബ സംഘവും പാലത്തിനടുത്ത് എത്തിയത്. പോലീസും നാട്ടുകാരും രാത്രി ആരംഭിച്ച തെരച്ചിൽ ഇന്ന് പുലർച്ചെ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തും വരെ നീണ്ടു. സന്ധ്യയ്ക്ക് മാനസിക ദൌർബല്യമുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ തന്നെ അഭിനയമാണെന്നും ചിലയിടങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ വരുന്നുണ്ട്. വൈകിട്ട് 3:30 അമ്മ മറ്റക്കുഴിയിലെ വീട്ടിൽ നിന്ന് തിരുവാങ്കുളത്തുള്ള അംഗനവാടിയിലെത്തി കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. എന്തായാലും നാട്ടുകാരടക്കമുള്ളവരെത്തി തെരച്ചിൽ ആരംഭിച്ചിരുന്നു. കുട്ടിയുമായി അമ്മ സഞ്ചരിച്ചതിനെ കുറിച്ചുള്ള അനുമാനം ഇങ്ങനെയാണ്. 3:30 തിരുവാങ്കുളത്ത് നിന്ന് ബസ്സിൽ കയറി ആലുവയിൽ ഇറങ്ങിയ ശേഷം ഓട്ടോയിൽ കർമ്മശ്ശേരിയിലേക്ക്, അവിടെ നിന്ന് ബസ്സിൽ മുഴിക്കുളത്തേക്ക്. അവിടെ വരെ കുട്ടിയുമായി എത്തിയ അമ്മയുടെ ദൃശ്യങ്ങൾ CCTVയിൽ വ്യക്തമാണ്. തിരികെ കുട്ടിയില്ലാതെ മുഴിക്കുളത്ത് നിന്ന് കുറുമശ്ശേരിയിലേക്ക് പാലത്തിന്റെ ഭാഗത്ത് നിന്ന് നടന്നാണോ വാഹനത്തിലാണോ വന്നത് എന്ന് ഉറപ്പില്ല. കുറുമശ്ശേരിയിൽ നിന്ന് വൈകിട്ട് 6:30 ഓട്ടോയിൽ 1.5 കിലോമീറ്ററോളം അകലെയുള്ള വീട്ടിലേക്ക്. മുഴിക്കുളം പാലത്തിൽ പരിശോധന രാത്രി വൈകിയും പരിശോധന തുടരുകയായിരുന്നു. അമ്മ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം നടന്നത്. കുട്ടിയെ ഉപേക്ഷിച്ചതാണെന്നാണ് അമ്മ പോലീസിന് മൊഴി നൽകിയത്. അമ്മ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്ന സാഹചര്യത്തിലാണ് അമ്മ ചെങ്ങമ്മനാട് പോലീസ് ചോദ്യം ചെയ്തു വരുന്നത്. മുഴക്കുളം പാലത്തിന്റെ സമീപത്ത് വരെ കുട്ടിയുമായി അമ്മ എത്തിയെന്നും വിവരമുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കുട്ടിയെ ഈ പുഴയിലേക്ക് എടുത്ത് എറിയുകയായിരുന്നു അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പരസ്പര വിരുദ്ധമായാണ് ഇവർ സംസാരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് പാലത്തിനടുത്ത് കുഞ്ഞിനെ ഉപേക്ഷിച്ചതായി മൊഴി നൽകിയത്.